യഥാർത്ഥത്തിൽ സർക്കാർ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? സർക്കാരിൽ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ട്? സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഉള്ളത് നടന്നിട്ടില്ലേ? അത് 100% സത്യസന്ധമാണോ എന്ന് സംശയമുണ്ട്. കാരണം പലരും നമ്മളോടത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, ഇവിടെ ഈ ഭൂമി ഏറ്റെടുത്ത് കേസിലായെന്ന് പറയുന്നു. അതിനു മുമ്പ് ഈ ഭൂമിയുടെ ഉടമസ്ഥരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു സർക്കാർ. ആർജവമുള്ളൊരു സർക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം അതാണ്. ആ സംശയം ദൂരീകരിക്കണം, ഉടമസ്ഥരുമായിട്ട് സംസാരിക്കണം, തടസ്സം നീക്കണം. അതില്ലാതെ വലിച്ചഴിച്ച് കോടതിയിൽ കൊണ്ടുപോയിട്ട് സിവിൽ കേസാണ്, നമുക്കറിയാം. സിവിൽ കേസ് എങ്ങനെയും വലിച്ചഴിച്ച് എത്ര വർഷം നീട്ടിക്കൊണ്ടുപോകാം. അത് ഈ ദുരന്തത്തിലെ ദുരന്ത ബാധിതരെ ആശങ്കയിലേക്ക് ആഴ്ത്തുന്ന ഒരു സംഭവമാണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കേസിൽ പോകുന്നതിന് മുമ്പ് ഈ എസ്റ്റേറ്റിന്റെ ഉടമകളുമായി സംസാരിച്ചിരുന്നോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ച നടന്നിരുന്നോ? നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് എത്രയും പെട്ടെന്ന് ഇത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിൽ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് പോയത്. അതിനകത്ത് ഉടമകൾ ഉൾപ്പെടെ കൗണ്ടർ കേസ് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഏറ്റെടുക്കുന്നതിന്റെ നിയമപ്രകാരമാണല്ലോ കേസിലേക്ക് പോകുന്നത്. ഉടമകൾ കൗണ്ടർ കേസിലേക്ക് പോയി. കൗണ്ടർ കേസിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് അത്തരം ഒരു പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അന്നേരം നിയമമില്ല. ഇത് ഏറ്റെടുക്കാനുള്ള നിയമമുള്ളതുകൊണ്ടാണല്ലോ ആ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് കേസ് അല്ല, ആ കേസ് അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുള്ള സ്ഥിതിക്ക് പിന്നെ പരിശോധിച്ചു, അവരുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതുകൊണ്ടാണല്ലോ ഇതിപ്പോ സെറ്റിൽമെന്റിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളത്, തീരുമാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണല്ലോ തീരുമാനത്തിലേക്ക്. വർഷങ്ങളായി പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയല്ലേ സെറ്റിൽമെന്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബാക്കി HML ഇവിടെ മാത്രം നെടുമ്പാല എസ്റ്റേറ്റിൽ മാത്രമല്ലല്ലോ, മറ്റ് പ്രദേശങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ HML ഭൂമിയുണ്ട്. ഈ ഭൂമിയിലൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇവർക്ക് വില കൊടുത്ത് വാങ്ങിച്ചാൽ ഇതേ വാദം അവർ ഉന്നയിക്കില്ലേ? സർക്കാരല്ലേ ഇത് ഏറ്റെടുക്കുന്നത്? സർക്കാരുമായിട്ടാണ് കേസ്. സർക്കാരുമായിട്ടാണ് കേസ്. പഴയ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇത് താൽക്കാലികമായി അവർക്ക് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്. അല്ലെങ്കിൽ ഇത് അളവിൽ കൂടുതൽ ഭൂമിയുള്ളത് സർക്കാരിന് അവകാശപ്പെട്ടതാണ്. സർക്കാരിന് അവകാശപ്പെട്ടതാണ്. ആ സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആകെ അത്ര പ്രശ്നമുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാല്യൂ വേണം എന്നുള്ളതാണ്. ആ വാല്യൂ വേണമെന്ന് പറയുന്നതിനകത്ത് അവരുടെ വാദഗതി കേട്ട് അതിനകത്തൊരു സെറ്റിൽമെന്റിലേക്ക് പോയി. എന്താ പ്രശ്നം? നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂമി ഇവർക്ക് ഏറ്റെടുത്ത് നൽകാൻ ആവശ്യമായിട്ടുള്ള നെടുമ്പാല എസ്റ്റേറ്റിന് ഇപ്പൊ പണം കൊടുത്ത് ഈ ഭൂമി ഏറ്റെടുത്താൽ സമാന രീതിയിൽ മിച്ചഭൂമിയുള്ള ഇവരുടെ പാട്ടക്കാലാവധി കഴിഞ്ഞ സ്ഥലങ്ങൾക്ക് സർക്കാർ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരില്ല എന്നാണ് ചോദ്യം. സർക്കാരല്ലേ ഇത് ഏറ്റെടുക്കുന്നത്? സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണെന്നാണല്ലോ പറയുന്നത്. അതിന് പണം കൊടുക്കുന്ന എന്തിനാ? അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നിങ്ങൾ അതിനകത്ത് വേറെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം കേൾക്കട്ടെ. അതായത് HML-ഉം ഈ നമ്മളെ ഗവൺമെന്റുമായിട്ട് വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് കേസ് നടക്കുകയാണ്, നിങ്ങൾക്കറിയാലോ. അത് കേസിൽ കിടക്കുന്ന ഭൂമിയാണ്. അതെ, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് കേസ് നടക്കുകയാണ്. ഈ HML-ന്റെ എല്ലാ എസ്റ്റേറ്റിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഈവൻ ചൂരൽമലയിൽ പോലും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവർ പറയുന്ന സെറ്റിൽമെൻറ്റ് നടക്കുകയാണെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുക്കണം, വേണ്ടേ? പൈസ കൊടുക്കുമ്പോൾ അടുത്ത കേസ് വിളിക്കുമ്പോൾ ഇതേ കേസുകൾ നടക്കുകയാണല്ലോ HML-ആയിട്ട്. അവർ പറയുകയാണ് ഞങ്ങളുടെ ഭൂമി ആയതുകൊണ്ടാണ് ഞങ്ങൾ വില കൊടുത്ത് ഗവൺമെൻറ് ഇത് സെറ്റിൽമെൻറ്റിന് വില കൊടുത്ത് വാങ്ങിച്ചെന്നുള്ള വാദം അവരവിടെ പറയില്ലേ? അപ്പോൾ ഇത് സാധ്യമാകുമോ? ഗവൺമെന്റിന് ബുദ്ധിമുട്ടല്ലേ കേസിൽ നിന്ന് പിന്മാറിയാലോ? ഇത് വിശദമായിട്ട് ഞങ്ങൾ മന്ത്രിയായിട്ട് ചർച്ച ചെയ്താണ് ഈ ഒരു വിഷയം. അപ്പോൾ മന്ത്രി നമുക്ക് തന്ന അതിന്റെ ഡീറ്റെയിൽ, അതായത് ഈ കേസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് തർക്കമാണ്. പക്ഷേ ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ കാശ് കൊടുത്ത് വാങ്ങണമെന്നാണ് ചോദ്യം. ഒരു മിനിറ്റ്, ഭൂമി ഏറ്റെടുക്കുന്നത് ഡിസാസ്റ്റർ ആക്ട് പ്രകാരമാണ്. അത് ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട്, നിയമമുണ്ട്. അങ്ങനെ പണം കൊടുക്കുന്നത് എന്തിനാ? പണം കൊടുക്കുന്നില്ല. സർക്കാർ പറഞ്ഞല്ല, കോടതി കെട്ടിവെക്കാമെന്ന. അരുണായി, കോടതിയിൽ കെട്ടിയ ഓണർഷിപ്പ് തർക്കം തീരുമ്പോൾ അത് ആർക്കാണ് വിധി വരുന്നത്? അവരാണ് എടുക്കുക. അതായത് ഇപ്പൊ പണം എസ്റ്റേറ്റ് മുതലാളിക്ക് കൊടുക്കുകയല്ല ചെയ്യുക, പകരം എന്താ ചെയ്യുക? കോടതിയിൽ അത് കെട്ടിവെക്കും. കേസ് എന്ന് അവസാനിക്കുന്നോ ആ സമയത്ത് പണം കൊടുക്കും. അതാണ് നടപടി. കേസ് കോടതിയിൽ കെട്ടിവെക്കോ? അതാണ് ചോദ്യം.
അത് കോടതി കെട്ടിവെക്കും clear പണം ആണല്ലോ. സർക്കാർ. നിങ്ങളത് confusion ഈ ചെയ്യാൻ നിയമ പ്രശ്നങ്ങള് കോടതിയിൽ കോടതിയിൽ കെട്ടിവെക്കാൻ കൃത്യമായി തീരുമാനമുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലുമില്ല. പറ്റാതെ. ഈ കോടതി വ്യവഹാരം നീണ്ടുപോകാനാണ് സാധ്യത. ഇങ്ങനെ ഏറ്റെടുക്കാൻ കഴിയില്ല. രണ്ടാമത് ഒരു ചോദ്യം കൂടി. ആദ്യ ഘട്ടത്തിൽ തന്നെ കോടതിയിലാണ് കെട്ടിവെക്കാന്ന് പറഞ്ഞിരുന്നു. അല്ല അരുൺ അത് കേൾക്കൂന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും BJP-യുടെ ജില്ലാ നേതാവ്, അദ്ദേഹത്തിന് താല്പര്യം എന്താ നമുക്ക് കറക്റ്റ് അറിയാം. കറക്റ്റ് അറിയാം. ഞാൻ BJP-യുടെ ജില്ലാ നേതാവായിട്ടാ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറായിട്ട് അവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്തതിന് പുറകിലെ താല്പര്യമാണ് ഞാൻ അതിന് പറഞ്ഞല്ലോ. അതായത് കോടതിയിലാണ് പൈസ കെട്ടിവെക്കുക. കോടതിയിലാണ് കെട്ടിവെക്കുക. തയ്യാറാണോ? എഞ്ചിനീയർ പ്രൊക്യൂർമെന്റ് ആൻഡ് കോൺട്രാക്ട് തയ്യാറാണോ? നവംബർ 15 തയ്യാറാക്കി ഒപ്പുവെക്കുന്നല്ല പറഞ്ഞത്. ടെൻഡർ വിളിക്കുന്നത് 31. EPC റെഡിയാണോ? EPC റെഡിയാണോ? പറഞ്ഞെന്നു മനസ്സിലായോ നിങ്ങൾക്ക്? EPC എന്ന് പറഞ്ഞേ മനസ്സിലായോ? എന്താ EPC എഞ്ചിനീയർ, അതായത് എഞ്ചിനീയറിംഗ് നിർമ്മാണപരമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് തയ്യാറാക്കണം അല്ലേ? ആ ഒരു കരാർ ഏറ്റെടുത്താലും നടക്കുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അത് തയ്യാറാക്കണമെങ്കിൽ പോലും 15 നവംബർ 15 തയ്യാറാക്കണം. അത് തയ്യാറാക്കണമെങ്കിൽ പോലും ഭൂമി ഏറ്റെടുപ്പ് നടക്കണം. അത് നടന്നിട്ടില്ല. ഇനി എന്ന് അതെ, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിച്ച എളുപ്പത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് കേസിലേക്ക് പോയി എന്നുള്ള ഒരു വസ്തുതയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് ഈ പറഞ്ഞ തരത്തിൽ സർക്കാർ ചെയ്യുന്നത്. അത് പൂർത്തിയാക്കുന്നതോടുകൂടി ഇതിനകത്ത് വേറെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ബാക്കി ചെയ്യുള്ളൂ നിലപാടില്ല സർക്കാർ എടുത്ത്. ഇന്നും സർക്കാർ എന്ന നിലയ്ക്ക് ഈ പ്രസ്തുത ഭൂമിയിൽ സർവേ നടത്തി ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റടിസ്ഥാന സൗകര്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ നടത്തി അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.